നമസ്കാരം. ക്യാമറാമാൻ ജിബു ജേക്കബ് അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ലൊക്കേഷനിലാണ് ഞാനിപ്പം. ബിജു മേനോൻ ചേട്ടനാണ് ഇതിൽ നായകവേഷം ചെയ്യുന്നത്. മാമച്ചൻ എന്ന് പറഞ്ഞ കഥാപാത്രമാണ് അദ്ദേഹം. മാമച്ചനും മാമച്ചൻ്റെ നാടും മാമച്ചൻ്റെ വീടും മാമച്ചൻ്റെ ചെറിയ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും അതിലെ ചെറിയ ചെറിയ മാമച്ചൻ്റെ എന്താ പറയുക, നമുക്ക് രാഷ്ട്രീയത്തിൻ്റെ വിദ്യകളും ഒക്കെ അടങ്ങുന്നൊരു കൊച്ചു ഗ്രാമം. അവിടെ മാമച്ചനൊപ്പം സഹായിയായും അല്ലെങ്കിൽ മാമച്ചനൊപ്പം ഒരു രാഷ്ട്രീയക്കാരനായി വളരാം എന്നൊക്കെ ഒരു ആഗ്രഹത്തോടെ നിൽക്കുന്ന പാച്ചൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെയാണ് ഞാൻ ചെയ്യണത്. പാച്ചനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു അവന് പ്രത്യേകിച്ച് ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ല. ഒരു രാഷ്ട്രീയക്കാരനാവണം, മാമച്ചനാണ് അവൻ്റെ റോൾ മോഡൽ. അപ്പം മൊത്തത്തിൽ മാമച്ചനെ ഫോളോ ചെയ്ത് തന്നെയാണ് ഇവൻ നടക്കുന്നത്. നമസ്കാരം. സിനിമാറ്റോഗ്രാഫർ ജിബു ജേക്കബ് ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഫിലിമിൻ്റെ ലൊക്കേഷനിലാണ്. ബിജു മേനോനാണ് ഹീറോ. ഇതിൽ ഒരുപാട് നമുക്ക് പരിചയമുള്ള ആക്ടേഴ്സുണ്ട്. സിദ്ദിഖയുണ്ട്, ലളിത ചേച്ചിയുണ്ട്. ഞാനിവിടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. ഒരുപാട് രസകരമായിട്ടുള്ളൊരു കഥയാണ്. ജോജിയാണ് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. ഇത് ഉറപ്പായിട്ടും ഒരു എന്താ പറയുക, ഒരു ലൈറ്റ് ഹാർട്ടഡ് കോമഡി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ വളരെ ലൈറ്റ് ഹാർട്ടഡ് ഒരുപാട് ഹ്യൂമറുള്ള ഒരു ഫിലിമാണ്. നന്നായിരിക്കുന്ന ഉറപ്പുണ്ട്. നമസ്കാരം. ഞാൻ ബേസിൽ. ഈ പടത്തിൽ ഞാൻ ടോം എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഈ പടത്തിൻ്റെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ പരിചയമുള്ള, നമ്മൾ കണ്ടിട്ടുള്ള നാട്ടുകാരും വീട്ടുകാരൊക്കെ ഉള്ള വീട്ടിലെ പ്രശ്നങ്ങളും നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു കഥയാണ് ഈ സിനിമ പറയുന്നത്. ഇതിനകത്ത് പ്രധാന വേഷം ചെയ്യുന്നത് ബിജുവേട്ടനാണ്, ബിജു മേനോൻ. കൂടെ അഭിനയിക്കുന്നത് ലളിത ചേച്ചിയുണ്ട്, നമ്മളെ അജു വർഗീസുണ്ട്. അങ്ങനെ രസകരമായ കുറേ ക്യാരക്ടേഴ്സും നമ്മൾക്ക് സുപരിചിതമായ ഒരു നാട്ടിൻ പ്രദേശത്തിൻ്റെ കഥ പറയുന്നൊരു പടമാണ്. ടോം ബിജു മേനൻ്റെ അനിയനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഞാൻ ചെയ്ത പടങ്ങളിലൊക്കെ വ്യത്യാസമായിട്ട് ഒത്തിരി സിമ്പിളാണ്,
എന്നാൽ ഗ്രാമത്തിൻ്റെ അസൂയയും കുശുമ്പും ഒക്കെ ഉള്ളൊരു രസമുള്ളൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഈ പടം ഒത്തിരി ചിരിപ്പിക്കും, ഒത്തിരി ചിന്തിപ്പിക്കും. ഒരു നമ്മളൊക്കെ കണ്ടുപരിചയമുള്ള ഒരു നാട്ടിൻ പ്രദേശത്തിൻ്റെ കഥയാണ്. നല്ലൊരു സിനിമയായിരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. നമസ്കാരം, ഞാൻ നിക്കി ഗൽറാണി ആൻഡ് ഇത് എന്നോட തേർഡ് പടം. പേരെന്നോ വെക്കല, ബട്ട് എന്നോட ക്യാരക്ടർ വന്നിട്ട് ഇറ്റ്സ് എ ക്രിസ്ത്യൻ ഗേൾ, ഒരു ക്രിസ്ത്യൻ പൊண்ணு. ഐ എം എ നേഴ്സ് ഇൻ ഡൽഹി. ஸோ ഞാൻ ஒரு നേഴ്സായി ഡൽഹിയിൽ വർക്ക് பண்ணுறேன். ആൻഡ് സ്റ്റോറി വന്നിട്ട് ഇറ്റ് ഹാസ് ബിജു മേനൻ സർ ഹു ഇസ് Mameta in the story, and the story വന്നിട്ട് revolves around Mameta's life. Mameta வந்துட்டு ஒரு politician and he falls in love with me. So அது story வந்துட்டு it revolves around that.